നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് ജനറൽ സയൻസ് എന്ന സെക്ഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള 30 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് വീഡിയോയുടെ പാർട്ട് 1 ആണ്. വീഡിയോയുടെ പാർട്ട് 2ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ആ ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എല്ലാ ലോഹങ്ങളിലും ഏറ്റവും യോജിപ്പിക്കാൻ കഴിയുന്നത് ഏത് ലോഹമാണ്? എല്ലാ ലോഹങ്ങളിലും ഏറ്റവും യോജിപ്പിക്കാൻ കഴിയുന്നത് ഏത് ലോഹമാണ്? അതായത് മോസ്റ്റ് മാലബിൾ മെറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. സ്വർണം, ഗോൾഡ് ആണ് മോസ്റ്റ് മാലബിൾ മെറ്റൽ. അടുത്ത ചോദ്യം, വേദന സംഹാരി ഉപയോഗിക്കുമ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? അതായത് നമ്മൾ വേദന മാറാൻ വേണ്ടി പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പം നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണത് ബാധിക്കുന്നത്? തലാമസ്. അടുത്ത ചോദ്യം, ആരോഗ്യമുള്ള കണ്ണിന് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് വസ്തുവിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്താണ്? ആരോഗ്യമുള്ള കണ്ണിന് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് വസ്തുവിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്താണ്? 25 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, 1774 ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം. അതായത് മോഡേൺ പീരിയോഡിക്കൽ ടേബിളിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് എന്നാണ് ചോദ്യം. 18. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? താഴെ പറയുന്നതിൽ റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആസ്പെറ്റോസ്. ആസ്പെറ്റോസിനെയാണ് നമ്മൾ റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ആരാണ്? മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാലസ്. ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, പാമ്പുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. പാമ്പുകളെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഒഫിയോളജി. ഒഫിയോളജി എന്നാണ് പാമ്പുകളെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര്. അടുത്ത ചോദ്യം, വെള്ളത്തോടുള്ള ഭയം അറിയപ്പെടുന്നത്. വെള്ളത്തോടുള്ള ഭയം അറിയപ്പെടുന്നത്. അതായത് ഏത് ടൈപ്പ് ഫോബിയ ആണ് എന്നാണ് ചോദ്യം. അക്വാഫോബിയ. അക്വാഫോബിയ. അടുത്ത ചോദ്യം, രക്തം കട്ടിപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? രക്തം കട്ടിപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. അടുത്ത ചോദ്യം, ഉറുമ്പിൻ്റെ കുത്തലിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? ഉറുമ്പിൻ്റെ കുത്തലിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? അതായത് ഉറുമ്പ് നമ്മളെ കുത്തിക്കഴിയുമ്പം നമ്മുടെ ശരീരത്തിൽ കയറുന്ന ആസിഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഫോർമിക് ആസിഡ്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. നമ്മുടെ ഓറഞ്ചിലും നമ്മുടെ നാരങ്ങയിലും ഒക്കെ ഉള്ളതാണ് സിട്രിക് ആസിഡ്. അടുത്ത ചോദ്യം, വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്ത്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്ത്? ആന്തരിക പ്രതിഫലനം. ആന്തരിക പ്രതിഫലനം, അതായത് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അടുത്ത ചോദ്യം, താഴ്ന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നത്. താഴ്ന്ന താപനില, ലോ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ക്രയോമീറ്റർ. ക്രയോമീറ്റർ ആണ് നമ്മൾ ലോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ്. അടുത്ത ചോദ്യം, ഏത് ഹോർമോണാണ് സസ്യങ്ങളെ പ്രകാശത്തിൻ്റെ ദിശയിലേക്ക് വളയാൻ സഹായിക്കുന്നത്? ഏത് ഹോർമോണാണ് സസ്യങ്ങളെ പ്രകാശത്തിൻ്റെ ദിശയിലേക്ക് വളയാൻ സഹായിക്കുന്നത്? ഓക്സിൻ. ഓക്സിൻ. അടുത്ത ചോദ്യം,
മനുഷ്യൻ്റെ വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റുകൾ ഏതാണ്? അതായത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. നെഫ്രോൺസ്. നെഫ്രോൺ ആണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. അടുത്ത ചോദ്യം, സമുദ്രത്തിനടിയിൽ കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്നത്. സമുദ്രത്തിനടിയിൽ കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നാണ് ചോദ്യം. സോണാർ. സോണാർ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി അതായത് ലാർജസ്റ്റ് മസിൽ ഏതാണെന്നാണ് ചോദ്യം. ഗ്ലൂറ്റിയസ് മാക്സിമസ്. ഗ്ലൂറ്റിയസ് മാക്സിമസ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്മാളസ്റ്റ് മസിൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമാണ് സ്റ്റെപ്പീഡിയസ്. സ്റ്റെപ്പീഡിയസ് ആണ് സ്മാളസ്റ്റ് മസിൽ. അടുത്ത ചോദ്യം, പുരാതന ചൈനക്കാർ സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് എന്ത് നിരീക്ഷിക്കാനാണ്? പുരാതന ചൈനക്കാർ സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് എന്ത് നിരീക്ഷിക്കാനാണ്? ഭൂകമ്പം അതായത് എർത്ത് കേക്ക്. എർത്ത് കേക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, ബ്രൗൺ കൽക്കരി എന്നറിയപ്പെടുന്ന ധാതു ഏതാണ്? ബ്രൗൺ കൽക്കരി, ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ധാതു ഏതാണ്? ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റിനെയാണ് നമ്മൾ ബ്രൗൺ കോൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനത്തിന് കാരണമായ കോശങ്ങൾ. ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനത്തിന് കാരണമായ കോശങ്ങൾ അതായത് ഏത് സെൽസാണ് നമ്മുടെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. അടുത്ത ചോദ്യം, ഹൈഡ്രോഫോബിയയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രോഫോബിയ. ഹൈഡ്രോഫോബിയ എന്ന് വെച്ചാൽ നമ്മുടെ റാബീസ് ആണ്. അതായത് പേവിഷബാധയ്ക്ക് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്ചർ. ലൂയി പാസ്ചർ ആണ് ഹൈഡ്രോഫോബിയയ്ക്ക് വാക്സിൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ എഡ്വേർഡ് ജെന്നർ ആണ് നമ്മുടെ സ്മാൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത്. എഡ്വേർഡ് ജെന്നർ. അടുത്ത ചോദ്യം, ഏത് അവയവ രോഗമാണ് ഗോയിറ്റർ? ഏത് അവയവ രോഗമാണ് ഗോയിറ്റർ? തൈറോയ്ഡ് ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്ലാൻഡ്. അടുത്ത ചോദ്യം, ആൻറ്റിബോഡികൾ അടങ്ങിയിട്ടില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. ആൻറ്റിബോഡികൾ അടങ്ങിയിട്ടില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് AB. അപ്പോൾ ഗ്രൂപ്പ് ABയിലാണ് ആൻറ്റിബോഡീസ് ഒന്നും ഇല്ലാത്തത്. ഗ്രൂപ്പ് AB. അടുത്ത ചോദ്യം, ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ആണ് നമ്മൾ ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ. അടുത്ത ചോദ്യം, തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് റിലേ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്? തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് റിലേ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്? തലാമസ്. അപ്പോൾ തലാമസിനെയാണ് നമ്മൾ റിലേ സെൻറ്റർ ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ട് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ട് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്. റിയോസ്റ്റാറ്റ്. അടുത്ത ചോദ്യം, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമേത്? ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമേത്? പ്ലേഗ്. പ്ലേഗ് രോഗത്തെയാണ് നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മരുന്നുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മരുന്നുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫാർമക്കോളജി. ഇപ്പോൾ ഫാർമക്കോളജി എന്നാണ് മരുന്നുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ഫാർമക്കോളജി. അടുത്ത ചോദ്യം, കണ്ണ് കഴുകാൻ ഉപയോഗിക്കുന്ന ആസിഡ്. കണ്ണ് കഴുകാൻ ഉപയോഗിക്കുന്ന ആസിഡ്. ബോറിക് ആസിഡ്.
ബോറിക് ആസിഡ്. അടുത്ത ചോദ്യം, ചെടിയുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ചെടിയുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓക്സാനോമീറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പ് 13 ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1. അതായത് പാർട്ട് 2ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.